ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള തമാശകളും ചിരികളും പിന്നെ എന്താ പറയാ കൗണ്ടറുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന് 800 എപ്പിസോഡുകൾ അതായത് ഒരു കോമഡി പരിപാടി നോബി പറയുന്നത് ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല. 800 എപ്പിസോഡ് കഴിഞ്ഞ് 800 എപ്പിസോഡിൽ നോബി ഉണ്ടായിരുന്ന ഇല്ല, ഞാൻ വന്നിട്ട് കുറച്ചല്ലേ. എലി ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു. പക്ഷെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പോയോണ്ട് ഈ വരുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. സത്യം. കാരണം നാദിക്കൽ നിന്നാണ് നമ്മള് തുടങ്ങിയിരിക്കുന്നത്. ഹലോ, ഞാനുണ്ടായിരുന്നു. ഹലോ, ഉണ്ട്. അതെ, ഞാനും തുടക്കത്തിലുണ്ടായിരുന്നേ. ഞാനുണ്ടായിരുന്നേ. അല്ല, അത് പറഞ്ഞേ, നാദിക്കൽ നിന്നും തുടങ്ങുന്നു, പക്രുചായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നാദിക്കായിരിക്കും കുറച്ചും കൂടെ അതിനെപ്പറ്റി എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റും. അപ്പൊ 800 എപ്പിസോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമുക്ക് ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഇവിടെ ഈ വേദിയിലൊന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ചുമ്മാ തമാശയ്ക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടി തമാശയും കടന്ന് കാര്യമായി പലപ്പോഴും ഈ വേദികളിൽ നിന്നും പല മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് ഈ വേദിയിൽ നിന്ന് ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് ഈ 800 എപ്പിസോഡ്, അതായത് ഒരു എപ്പിസോഡിൽ ഉള്ള കൗണ്ടറുകൾ അല്ലെങ്കിൽ വരുന്ന സ്കിറ്റുകൾ അത് യൂട്യൂബിൽ കിടന്ന് ഹിറ്റായി, അല്ലെങ്കിൽ അതിലെ പല തമാശകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ തമാശകൾക്ക് എന്തിനാണ് ഇവർ ഇവിടെ പോയി പറയുന്നത്, ഇതൊക്കെ സിനിമയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കുകയും 800 എപ്പിസോഡ് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഈ വേദിയിൽ നിന്നും ഒരുപാട് പേര് ഞാൻ പറഞ്ഞു പല മേഖലയിലേക്ക് പോയിട്ടുണ്ടെന്ന് അതില് അതുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞോട്ടെ. ഇത് ശരിയാണ്, ഒരു എത്തിക്കുക എന്ന് പറഞ്ഞൊരു വലിയ പാട് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, ഞാനും കുറെ എപ്പിസോഡുകൾ നമ്മുടെ ഈ ഷോയിൽ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നുന്നുള്ളത്, നമ്മൾ ഒരുപാട് ചാനലുകളിലൊക്കെ ഇരുന്ന് നമ്മൾ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ അനൂജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഇന്ന് ഈ വേദിയിലേക്ക് വിളിച്ചത് കൊണ്ടോ ഇന്ന് എന്നെ കൂടി ഇതിന്റെ ഭാഗമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല. ഇവിടെ വരുന്ന ഇതിൽ പങ്കെടുക്കുന്ന മിമിക്രിക്കാരോട് ഇത്രയധികം കൂളായിട്ട് പെരുമാറുന്ന ഒരു ഡയറക്ടറെ, അതായത് ഒരു തരത്തിലും ടെൻഷൻ അടിപ്പിക്കാതെ അവർക്ക് അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്ത് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അനൂജിന് ഒരു പ്രത്യേക കൈയ്യടി. മിമിക്രിക്കാരായ എല്ലാവരും മിമിക്രിക്കാരുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് അനൂജിനോട് പ്രത്യേകം അറിയിക്കണം. ഇത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അനൂജിനെ അറിയിച്ചു എന്നുള്ളത്. താങ്ക് യു അനൂജ, താങ്ക് യു സോ മച്ച്. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സാധാരണ ഇത്തരം കോമഡി പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ്. പലരെ കുറിച്ചും അറിയില്ല ആളുകൾക്ക്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ ഷാജോണ് പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം. താങ്ക് യു. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. അത് എടുത്തു പറഞ്ഞ പ്രസാദേട്ടനും പ്രത്യേകം. അപ്പോൾ നമുക്ക് ഈ 800 എപ്പിസോഡായി എന്ന് പറഞ്ഞില്ലേ, ഈ 800 എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്ന് കാണാം. അല്ലെ, ചിരിയുടെ രാജപഥത്തിൽ 800ന്റെ വിജയ പതാകയുമായി കോമഡി മാസ്റ്റേഴ്സ് മുന്നോട്ട്. 300-ലധികം താരങ്ങളെ കണ്ടെടുത്ത് പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിറച്ചിരി നിറവേറ്റുന്ന ചിരിവേദിയിൽ ഇന്ന് 800-ാം ദിവസം. ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാ എന്റെ മാതൂട്ടിച്ചായൻ. ഞാൻ KSRTC വിടുന്ന കളിയില്ല കേട്ടോ, എല്ലാ വണ്ടിയിലും. ഞാൻ സത്യം പറഞ്ഞാൽ സിംഗപ്പൂർ പോകുമ്പോഴും KSRTC. മലയാള സിനിമയിലെ ഹാസ്യ രാജാക്കന്മാർ അണിനിരക്കുന്ന ഏറ്റവും വലിയ കോമഡി പ്രോഗ്രാം. സൂപ്പർ താരങ്ങൾ മുതൽ സാധാരണ ജനങ്ങളെയും അണിനിരത്തുന്ന ഒരേയൊരു ജനപ്രിയ വേദി. അമ്മ എന്താ ചെയ്യുന്നത്? മോളുടെ കൂടെയാണ് ഫുൾ ടൈം. മോക്ക് യൂറിൻ 2 മണിക്കൂർ കൂടുമ്പം എടുക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ രൂപത്തില കോമഡി മാസ്റ്റേഴ്സ്. മോളുള്ളത് കൊണ്ട് ഞങ്ങൾ അരി വാങ്ങിച്ച് കഞ്ഞി പിടിച്ചു പോകും. ഒരു സ്വപ്നവും കൂടെ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ചിരിയുടെ, ഉല്ലാസത്തിന്റെ, ആഹ്ലാദത്തിന്റെ 800 അധ്യായങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു. എന്താ മൂക്കിന് താഴെ ഓല വെട്ടിച്ചാരി. ചിരിയുടെ കഥയെഴുതിയ 800 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ഓരോ എപ്പിസോഡിലും മികവിന്റെ പൊൻതിളക്കവുമായി ചിരിയുടെ, സംഗീതത്തിന്റെ, ഉല്ലാസത്തിന്റെ ഗ്രാഫ് മുന്നോട്ട് കുതിക്കുന്നു. ഓരോ നിമിഷവും മനം നിറയ്ക്കുന്ന ആഘോഷവുമായി
പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി നിലയ്ക്കാത്ത പ്രേക്ഷക കയ്യടിയോടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഹാസ്യ പരിപാടി കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സ്, ചിരിയുടെ ആഘോഷം.